മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷയും ഉള്ളവരാണ് ഓരോ മാതാപിതാക്കളും. അവർ പഠിച്ച് മിടുക്കരാകണമെന്നും ഉയർന്ന നിലയിലെത്തണമെന്നും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കും. മക്കൾ തെറ്റായ മാർഗത്തിലേക്ക് പോകില്ലെന്നും വിശ്വസിക്കും. എന്നാൽ ഈ നാട്ടിലെ അച്ഛനമ്മമാരുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇക്കാലത്ത് സ്വന്തം കുഞ്ഞുങ്ങൾ ലഹരിയിലേക്ക് പോകില്ലെന്നോ വഴിവിട്ട ജീവിതത്തിലേക്ക് തിരിയില്ലെന്നോ ചങ്കിൽ കൈവച്ച് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? മക്കളെ എത്ര പൊതിഞ്ഞു വളർത്തിയാലും അവർക്ക് മേൽ രണ്ട് കണ്ണുണ്ടേലും പലയിടത്തും അപകടം പതിയിരിക്കുന്നുണ്ട് കേട്ടോ. ലഹരിയെ ഭയന്ന് മകനെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്തിയ നടൻ ടിനി ടോമിൻ്റെ വീട്ടിലേക്കും മയക്കുമരുന്ന് മാഫിയ എത്തി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അപായ സൂചനയാണ്. ആ ദിവസങ്ങളിൽ ടിനി എന്ന ആ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. ഇന്ന് ടിനി ടോമിൻ്റെ മകനാണെങ്കിൽ നാളെ നമ്മുടെ കുടുംബങ്ങളിലേക്കും ലഹരി വില്ലൻ്റെ വേഷത്തിലെത്താം. ഈ കെണിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? രക്ഷിതാക്കൾ മാത്രമല്ല, സമൂഹം മുഴുവൻ ഉണർന്നിരിക്കേണ്ട സമയമാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സിനിമയിലെ വ്യാപകമായ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയ നടൻ, ലഹരിക്കെതിരായ പോലീസിൻ്റെ യോദ്ധാവ് ബോധവൽക്കരണ പരിപാടിയുടെ അംബാസിഡർ, മയക്കുമരുന്നിനെതിരായ പല പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയ ടിനി ടോമിന് പുതിയ തലമുറയെക്കുറിച്ച് മാത്രമല്ല സ്വന്തം മകനെക്കുറിച്ചും ആശങ്കയുണ്ടായിരുന്നു. കാരണം ലഹരിയെ അത്രമേൽ ഭയപ്പെടണമെന്ന് ടിനി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മകന് സിനിമയിൽ അഭിനയിക്കാൻ മികച്ച അവസരം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ടിനിയുടെ വീട്ടിലേക്കും ലഹരി വില്ലൻ്റെ വേഷത്തിലെത്തി. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് പെട്രോളിങ്ങിനിടെ പോലീസ് ലഹരിയുമായി പിടികൂടിയ യുവാക്കളിൽ ഒരാൾ ടിനിയുടെ മകനായിരുന്നു. ഇതിൽ അയാളെ വിമർശിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, നാളെ നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ ഇതുപോലെ സംഭവിക്കാം. കുട്ടികളുടെ മേൽ അതീവ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. തിരുവാങ്കുളത്തെ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നാണ് കൊച്ചി സ്വദേശിയായ കാർത്തിക്, അമിത് ചോർ, ആദം ഷീ എന്നിവരെ പോലീസ് പിടികൂടിയത്. നൈറ്റ് പെട്രോളിങ്ങിനായി എത്തിയ പോലീസിനെ കണ്ട് യുവാക്കൾ പരിഭ്രമിച്ചു. സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാർത്തിക്കിന്റെ പോക്കറ്റിൽ നിന്നും സിപ്പ് കവറിലായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തത്. സ്വന്തമായി ഉപയോഗിക്കാനാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. 4 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഈ മാസം 22-നായിരുന്നു സംഭവം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മൂവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മയക്കുമരുന്ന് ഭയന്നാണ് മകനെ സിനിമയിൽ വിടാത്തതെന്ന നടൻ ടിനി ടോമിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ മനോഹരമായിരിക്കുമല്ലേ? ഒന്നിച്ചുള്ള യാത്രകൾ, ഭക്ഷണം, സംസാരം. അങ്ങനെ ആ ഒരു ഹണിമൂൺ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ കുറ്റപ്പെടുത്തലും പഴിചാരലുമൊക്കെയായി പല ബന്ധങ്ങളും മാറാം. പിന്നെ പങ്കാളിയുടെ കുറവുകളെക്കുറിച്ചായിരിക്കും ചിന്തകൾ. ഇടുക്കി ചിന്നക്കനാലിലെ രാജുവിൻ്റെയും ഭാര്യ കൗസല്യയുടെയും ദാമ്പത്യത്തിന് ഇങ്ങനെയൊരു കഥ പറയാനുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. പുറമേ നിന്ന് നോക്കുമ്പോൾ മാതൃകാ ദമ്പതികൾ. എന്നാൽ കല്യാണം കഴിഞ്ഞ് 3-ാം വർഷം എന്തിനായിരിക്കും ആ യുവതി ജീവനൊടുക്കിയത്? പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പുറംലോകം അറിഞ്ഞത്. ഭാര്യയുടെ ആത്മഹത്യയിൽ രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 27-നാണ് രാജുവിന്റെ ഭാര്യ കൗസല്യ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹിതരായി 3 വർഷം പിന്നിട്ട ദമ്പതിമാരാണ് രാജുവും കൗസല്യയും. കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ശാരീരികവും മാനസികവുമായി ഭർത്താവിൽ നിന്നുണ്ടായിരുന്ന നിരന്തര പീഡനങ്ങളാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും
കൗസല്യ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് രാജു മുരുകനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചതെന്ന് മൂന്നാർ ഡിവൈഎസ്പി ആർ ചന്ദ്രകുമാർ പറഞ്ഞു. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗുണ്ടുമല എസ്റ്റേറ്റിൽ, സൂര്യനെല്ലി ഗുണ്ടുമല എസ്റ്റേറ്റിൽ താമസക്കാരിയ 25 വയസ്സുള്ള കൗസല്യ എന്ന സ്ത്രീ വീട്ടിലുള്ള ഡികളുടെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പീഡനം കൊണ്ടാണ് മരണപ്പെട്ടതെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ശാസ്ത്രീയ പരിശോധന നടത്തിയ എല്ലാ റിസൾട്ടുകളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഈ കൗസല്യ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാക്ഷിമൊഴികളിലും ഈ സ്ത്രീയെ സന്തോഷവതിയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാരും മറ്റ് സാക്ഷികളുമൊക്കെ പറയുന്നത്. അങ്ങനെ അതൊരു ഒരു പീഡനം, ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചെന്ന് വെളിവായിട്ടുള്ള സ്ത്രീയുടെ ഭർത്താവായ രാജുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബന്ധുക്കളുടെ മൊഴികളും ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ രാജു മുരുകനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. പല രീതിയിൽ ലൈംഗിക വൈകൃതം പ്രകടിപ്പിക്കുന്ന മനുഷ്യരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒളിഞ്ഞു നോക്കുന്നവർ, ശുചിമുറികളിൽ ഒളിക്യാമറ വയ്ക്കുന്നവർ, സ്ത്രീകളെ കടന്നു പിടിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം. അവർ ഏത് സമയവും അതിക്രമം കാട്ടാം. ഇടുക്കി തൊടുപുഴയിൽ ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കടന്ന ഒരു ബിരുദനുണ്ട്. തൊടുപുഴ അറക്കുളം സ്വദേശിയാക്കി. കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചെന്നാണ് പരാതി. കേസിൽ യുവാവിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്റ്റലുകളിൽ ഒളിഞ്ഞു നോക്കുന്നതാണ് ഇയാളുടെ സ്ഥിരം പരിപാടിയെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു തൊടുപുഴയിലെ ലേഡീസ് ഹോസ്റ്റലിൽ അറക്കുളം സ്വദേശി അഖിൽ പി രഘു അതിക്രമിച്ചു കടന്നത്. മതിൽ ചാതി കടന്നാണ് ഇയാൾ ലേഡീസ് ഹോസ്റ്റൽ വളപ്പിനകത്തേക്ക് പ്രവേശിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതായും പരാതിയുണ്ട്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ നേരത്തെയും സമാന സംഭവങ്ങളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു. മുട്ടം, പൂമാല, പാല എന്നിവിടങ്ങളിലെ ലേഡീസ് ഹോസ്റ്റലുകളിലും അഖിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തൊടുപുഴ. ഒരു സമൂഹത്തിൽ ഏറ്റവും സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് അയൽവാസികൾ. കാരണം നമുക്കൊരു പ്രശ്നമുണ്ടായാൽ വിളിച്ചാൽ ആദ്യം ഓടിയെത്താൻ സമീപത്ത് താമസിക്കുന്നവരെ ഉണ്ടാകും. എന്നാൽ പരസ്പരം നേരിൽ കണ്ടാൽ പോലും മിണ്ടാത്ത അയൽക്കാരുണ്ട്. അതിർത്തി തർക്കമോ നിസ്സാര പ്രശ്നങ്ങളോ ആകാം പല പിണക്കങ്ങൾക്കും കാരണം. എന്നാൽ ഇതുപോലുള്ള ചെറിയ വഴക്കുകളാണ് പിന്നീട് വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നത്. ഇടുക്കിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമമുണ്ടായത് വഴിത്തർക്കത്തിൻ്റെ പേരിലാണ്. കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ DCC അംഗം ഷാജിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. രാജകുമാരി കുമ്പപ്പാറ സ്വദേശികളായ മണിപ്പാടമുറിയിൽ ശ്രുതി, മാതാവ് സുധ, മാതൃസഹോദരി പൊന്നമ്മ, അയൽവാസി കണ്ണംകുന്ന് ബിന്ദു, ഇവരുടെ 16 വയസ്സുകാരിയായ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം.
DCC അംഗം ഷാജി കൊച്ചുകാരോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ബിന്ദുവിന്റെ വീടിന് സമീപമെത്തുകയും സ്ത്രീകളെ ആക്രമിക്കുകയുമായിരുന്നു. പ്രദേശത്തുകൂടി കടന്നുപോകുന്ന മൺപാതയിൽ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം. പകൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് രാത്രി ഇരുവരോടും സ്റ്റേഷനിലെത്താൻ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഷാജി കൊച്ചുകാരോട്ടടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ സംഘമായി രാത്രിയിലെത്തി സ്ത്രീകളെ മർദ്ദിച്ചത്. സ്ത്രീകൾ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ഇവർ ഇത്രയും പേര് കൂടി എൻ്റെ അമ്മേനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടത്താണ് കാണുന്നത്. വലിയ കമ്പുണ്ട് ഇവരുടെ കയ്യിൽ. ആ കമ്പ് വെച്ച് അടിക്കുമായിരുന്നു അമ്മയ്ക്കിട്ട്. അപ്പം ഞാൻ പോയി ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ ടിൻഡു മടത്തിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി എന്നെ പിടിച്ച് ഇലക്കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോയി എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കീറിയിട്ട് നിന്നെ ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലാത്ത ശരീരഭാഗത്തെല്ലാം കയറി പിടിച്ച് വയറിൻ്റെ ഇവിടെ എല്ലാം മാന്തി ഇവിടെ എല്ലാം വലിച്ചു കീറി മാന്തി പറിച്ച് ഇവിടെയൊക്കെ നാം കൊണ്ട് പാടുണ്ട്. ഇവിടെ എല്ലാം വലിച്ചു കീറി എന്നെ നടുവെല്ലാം ചവിട്ടി കമ്പ് വെച്ച് അടിച്ച് ഇവിടെ എല്ലാം ചതഞ്ഞ് ശരിയായി കിടക്കും. ഞാൻ കൂട്ടത്തോടെ കൂട്ടത്തിൽ നിൽക്കുമായിരുന്നേ. അപ്പൊ വലിച്ചെന്നെ വഴിയിലോട്ട് ചടിച്ചിട്ട് എന്റെ തലക്കിട്ട ആദ്യം ഒറ്റയടി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ എനിക്ക് തല ചുറ്റി. അവ വീണ്ടും ഒന്നും കൂടെ അടിച്ചു കഴിഞ്ഞ് എന്റെ കാലിൽ കിടന്ന കമ്മൽ എങ്ങനെ പറിച്ചെടുത്തതെന്ന് ഒന്നും എനിക്ക് അറിയില്ല. എന്റെ കമ്മൽ എന്റെ കാലിൽ ഒരു കാലിന്റെ കമ്മലില്ല എനിക്കിപ്പോ. ഞാനും ആ മുറ്റത്ത് നിൽക്കുമായിരുന്നു. അന്നേരം അവിടുന്ന് ഓടി വന്ന് ഇവൻ എന്നെ വലിച്ച് റോഡിലോട്ട് ചാടിച്ചു. ടിൻഡു റോഡിലോട്ട് ചാടിച്ചിട്ട് ആ ഷാജിയുടെ പറമ്പിൽ വെട്ടമില്ല നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറുമ്പോൾ ആ ഇരുട്ടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇടിച്ചതാ. ഇത് വന്നിട്ട് കയറി ചവിട്ടുവാ ചെയ്തത്. അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ തന്നെയും ക്രൂരമായി ആക്രമിച്ചെന്നും അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറിയെന്നും കുട്ടി പറയുന്നു. എൻ്റെ കൈ കൊച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ അമ്മേനെ മുടിയെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് ഒരു വലിയ കമ്പ് ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ തോന്നുന്നു എൻ്റെ അമ്മ ചിലപ്പോൾ ആ ഒരു കമ്പിൻ്റെ അടി കൊണ്ടായിരുന്നെങ്കിൽ മരിച്ചു പോയേനെന്ന്. അതുപോലെ വലിയതായിട്ട് അടിക്കാൻ പോയപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഓടി കയറി അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ കമ്പ് പിടിച്ചു നിർത്തി. എൻ്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നു. ആ കമ്പ് ഞാൻ പിടിച്ചു നിർത്തിയപ്പോൾ ആരാന്നറിയില്ല, ഒരാൾ എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു. സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പല വീടുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം പണവും സ്വത്തുമായിരിക്കും. ദാരിദ്ര്യകാലത്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരുടെ കയ്യിലേക്ക് പണം എത്തുമ്പോഴാണ് പ്രശ്നം. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ഒരു വീട്ടിൽ 3 വർഷം മുൻപ് അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ച് ഓർക്കുന്നില്ല. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് നൽകാത്തതിൻ്റെ പേരിലാണ് നെടുമങ്ങാട് സ്വദേശി ആന്റണിയെ മകൻ വിനോദ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ കേസിൽ മകന് കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 50,000 രൂപ പിഴയും അടയ്ക്കണമെന്നാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ജൂലൈ 19 രാത്രി 7-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. തലയിലേറ്റ ആന്തരിക മുറിവിനെ തുടർന്ന് 24 ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് 80-കാരനായ ആന്റണി മരിച്ചത്. ലോട്ടറി ടിക്കറ്റുകളിൽ സമ്മാനാർഹമായ ടിക്കറ്റ് നൽകണമെന്ന് വിനോദ് അച്ഛനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവ കൈമാറാൻ ആന്റണി തയ്യാറായില്ല. ഇതിലുള്ള പ്രകോപനത്താൽ അച്ഛന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നെടുമങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശാസ്ത്രീയവും വേഗത്തിലുമുള്ള അന്വേഷണമാണ് നടന്നത്. പ്രതി വിനോദിന് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി KP അനിൽകുമാർ ശിക്ഷ വിധിച്ചത്.
പിഴത്തുക അടച്ചില്ലെങ്കിൽ പ്രതി അധിക തടവ് അനുഭവിക്കേണ്ടി വരും. സംഭവം കണ്ട ദൃക്സാക്ഷികളുടെ മൊഴികളും മെഡിക്കൽ തെളിവുകളും പരിഗണിച്ചാണ് കോടതി പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ചികിത്സയ്ക്കിടെ ഉണ്ടായ പരിക്കുകളല്ല, പ്രതിയേൽപ്പിച്ച മർദ്ദനമാണ് മരണകാരണമെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചു. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് 16 സാക്ഷികളെയും 47 രേഖകളും 3 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ DG റെക്സ് ഹാജരായി. പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് മക്കളുടെ നിയമപരവും ധാർമ്മികവുമായ കടമയാണെന്നും ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് നിയമം യാതൊരു ദയയും നൽകില്ലെന്നും വ്യക്തമാക്കുന്നതാണ് ഈ വിധി. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്. സാധാരണ പ്രതിപക്ഷമാണ് പോലീസിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ DYFI ആണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസിനെ ആർക്കും കയ്യേറ്റം ചെയ്യാമെന്നും അസഭ്യം പറയാമെന്നും തെളിയിക്കുകയാണ് DYFI പ്രവർത്തകർ. തിരുവനന്തപുരം നഗരൂരിൽ പോലീസിനെ തടഞ്ഞ പ്രവർത്തകർ അവർക്ക് നേരെ അതിക്രമം കാട്ടുകയും അസഭ്യം പറയുകയും ചെയ്തു. കാണിച്ചു തരാമെന്നും സ്ഥലം മാറ്റുമെന്നും വെല്ലുവിളിച്ചായിരുന്നു ഭീഷണി. നഗരൂർ SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെയാണ് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. നിങ്ങളാരെന്നെ ചോദ്യം ചെയ്യാൻ ഞാൻ അവിടെ ഇരുന്നോളാം. എവിടെയായാലും ഞാൻ ഇരുന്നോളാം. നിങ്ങളാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ്. അയ്യോ, ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. ഞാൻ പറഞ്ഞ കൊലപാതക കേസിൽ പ്രതിയാണ്. നഗരൂരിൽ കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകൾ തകർത്ത DYFI പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാൻ പോയതായിരുന്നു പോലീസ് സംഘം. ഇതിൽ പ്രകോപിതരായ DYFI പ്രവർത്തകർ നടുറോഡിൽ പോലീസ് വാഹനം തടഞ്ഞു. പോലീസ് ജീപ്പിന് കുറുകെ കാറിട്ട് തടഞ്ഞ പോലീസിന് പരസ്യമായി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയുമായിരുന്നു. സംഘടിച്ചെത്തിയ പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കാണിച്ചു തരാമെന്നും സ്ഥലം മാറ്റുമെന്നും പ്രവർത്തകർ പോലീസിനെ വെല്ലുവിളിച്ചു. നിയമപരമായി ജോലി ചെയ്യാൻ വന്നതാണെന്നും സ്ഥലം മാറ്റി കാണിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതും കേൾക്കാം. ചോണയുള്ളവനാണെങ്കിൽ വൈകിട്ട് നീ മാറ്റി വെക്കടാ. നീ ചോണയുള്ളവനാണെങ്കിൽ നീ വൈകിട്ട് തന്നെ മാറ്റി വെക്ക്. അല്ല, നീ വൈകിട്ട് തന്നെ മാറ്റിയതല്ലേ അറിഞ്ഞ? നീ ചോണയുള്ളവനാണ് മാറ്റി വെക്ക്. നീ ചോണയുള്ളവനാണ് മാറ്റി വെക്കടാ. ഞാൻ എന്റെ ജോലി ചെയ്യാനോടെ വന്നാ. നീ ഇങ്ങോട്ട് കയറി കൊണ്ടുവന്നത് എന്റെ ജോലി കയറാൻ വന്നതാ. പിന്നെ നീ ഇങ്ങോട്ട് കയറി വന്ന് എന്റെ ജോലി ചെയ്യാൻ വന്ന. നീ ഇങ്ങോട്ട് കയറി വന്ന് പിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ടാ വന്നാ. പിന്നെ നീ വലിയ ഡയലോഗ് അടിക്കുന്നത്. നീ 4 മണിക്ക് എന്നെ മാറ്റാ. നീ മാറ്റി 4 മണിക്കുമ്പോ മാറ്റാൻ പാടില്ല. നീ ജോലി ചെയ്തോളാടാ. നീ പറയുമ്പോഴാണ് ജോലി ചെയ്യുന്ന. നിന്നെ അകത്തോടുണ്ടാകാൻ കയറി വന്നതിന് പിന്നെ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം DYFI വെള്ളല്ലൂർ മേഖലയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ പ്രതിഷേധക്കാർ കോൺഗ്രസ് പ്രവർത്തകരുടെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചു. കോൺഗ്രസിന്റെ പരാതി പ്രകാരമായിരുന്നു പോലീസ് നടപടി. 2 യുവാക്കളുടെ വീടുകളിൽ നോട്ടീസ് നൽകിയ ശേഷം മൂന്നാമത്തെയാളുടെ വീട്ടിൽ നോട്ടീസ് നൽകുന്നതിന് എത്തിയപ്പോൾ DYFI പ്രവർത്തകർ സംഘടിച്ചെത്തിയാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ DYFI പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രവർത്തകർ തടിച്ചുകൂടിയത്
പോലീസ് സ്റ്റേഷന് മുന്നിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസിന്റെ കൃത്യനിർവഹണം തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഉത്സവപ്പറമ്പുകൾ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും വേദികളാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ സംഘർഷവും കുടിപ്പകയും ആവർത്തിക്കുന്ന കാഴ്ച. കൊല്ലം മുണ്ടയ്ക്കൽ തുമ്പറ ക്ഷേത്രോത്സവത്തിലുണ്ടായ കത്തിക്കുത്ത് കുടിപ്പകയുടെ ബാക്കിയാണ്. കഴിഞ്ഞ വർഷം ഉത്സവത്തിനിടെ ഉണ്ടായ കുടിപ്പകയാണ് തർക്കത്തിലേക്കും തുടർന്ന് യുവാവിനെ കുത്തി പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങളിലേക്കും നയിച്ചത്. കേസിൽ ആക്രമണം നടത്തിയ സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം മുണ്ടക്കൽ സ്വദേശി 42-കാരൻ ശംഭുവിനാണ് കുത്തേറ്റത്. തർക്കം രൂക്ഷമായ വാക്കേറ്റമാവുകയും പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഉദയമാർത്താണ്ഡപുരം സ്വദേശിയായ സന്ദീപാണ് ശംഭുവിനെ കുത്തിയത്. ഇയാളെ സംഭവത്തിനു പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ ശംഭുവിൻ്റെ സുഹൃത്തുക്കളും സന്ദീപുമായി തർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നു. അന്ന് ശംഭു ഇയാളെ പിടിച്ചു മാറ്റിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. കുത്തേറ്റ ശംഭുവിനെ കൂടെയുള്ളവർ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശംഭു ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ച കാഴ്ച അങ്ങേയറ്റം സങ്കടകരമായിരുന്നു. ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ ആ സാധുവായ ചെറുപ്പക്കാരനെ മാനസികവും ശാരീരികവുമായി കുറേ ഉപദ്രവിച്ചതാണ്. അങ്ങനെയുള്ള മനസാക്ഷിയില്ലാത്തവരെ വെറുതെ വിടാൻ കഴിയുമോ? കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. കൊലപാതകം, ലഹരി അടക്കമുള്ള കേസുകളിൽ പ്രതികളാണ് പിടിയിലായ അമലും അനന്തുവും. പറവൂർ സ്വദേശിനിയായ 1-ാം പ്രതി സഫ്നയുടെ പങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ്. സഫാന ഉൾപ്പെടുന്ന സംഘം മുൻപും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ അടുത്ത നീക്കം. ഭിന്നശേഷിക്കാരനായ യുവാവുമായി സൗഹൃദത്തിലായ യുവതി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ആദ്യം വിസമ്മതിച്ച യുവാവിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മുറിയിലെത്തിയതോടെ സഫ്നയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവ് പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ കുളിമുറിയിൽ ഒളിച്ചിരുന്ന സംഘാംഗങ്ങൾ പുറത്തുവന്നു. ബലപ്രയോഗത്തിലൂടെ സഫാനെ വിവസ്ത്രനാക്കി. സ്വപ്നയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ പകർത്തി. യുവാവ് ഉപയോഗിക്കുന്ന UPI ആപ്പ് വഴി ബാങ്കിലുള്ള പണം പിൻവലിക്കാൻ ശ്രമിച്ചുവെങ്കിലും അക്കൗണ്ടിൽ അധികം പണമില്ലാത്തതിനാൽ ശ്രമം വിജയിച്ചില്ല. ഇതോടെ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നട്ടെല്ലിനും പരിക്കേറ്റു. ആംഗ്യഭാഷാ വിദഗ്ധന്റെ സഹായത്തോടെയാണ് പോലീസ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പിന്നിൽ ഹണി ട്രാപ്പ് സംഘമാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ 5 പ്രതികളാണുള്ളത്. ഇതിൽ 4 പേരെ കടവന്ത്ര പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. കൂട്ടത്തിലെ മറ്റൊരാൾ ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കി. ന്യൂസ് 18 കൊച്ചി. മുൻ DGP R ശ്രീലേഖയ്ക്ക് ഇപ്പോൾ തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. മേയറാകാമെന്നുള്ള സ്വപ്നം പൊലിക്കും. പിന്നാലെയാണ് സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയുള്ള പുതിയ വീഡിയോയും പണി തന്നത്. കിളിയൂർ പീഡനക്കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിന് ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസെടുത്തു. സംഭവത്തിൽ വിശദീകരണവുമായി അവർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പ്രായപൂർത്തിയായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ശ്രീലേഖ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ദോഷകരമായതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് വിശദീകരണം.
കേസുകളിലെ പ്രായപൂർത്തിയാകാത്ത ഇരകളുടെ അടക്കം പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ R. ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഡൽഹി നിർഭയ കേസ്, കിളിരൂർ കവിയൂർ കേസുകൾ, സൗമ്യ വധക്കേസ്, പെരുമ്പാവൂരിലെ പീഡനക്കേസ് തുടങ്ങി കേരളത്തെയും രാജ്യത്തെയും നടുക്കിയ നിരവധി കേസുകളിലെ ഇരകളുടെ സ്വകാര്യ വിവരങ്ങൾ ശ്രീലേഖ പരസ്യപ്പെടുത്തിയെന്നാണ് പരാതി. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി R. ജയചന്ദ്രന്റെ പരാതിയിലാണ് നടപടി. അതേസമയം താൻ പേര് പറഞ്ഞ കുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു എന്നാണ് R. ശ്രീലേഖയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും കുത്തിപ്പൊക്കാനാണ് ശ്രമം. കിളിരൂർ കേസിലെ പെൺകുട്ടി മരിക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നു. പോക്സോ കേസ് നിലനിൽക്കില്ലെന്ന് അന്വേഷിച്ചാൽ പോലീസിന് മനസ്സിലാകും. കവിയൂർ കേസിലെ പെൺകുട്ടിയുടെ പേര് ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ശ്രീലേഖ പറഞ്ഞു. യൂട്യൂബ് ചാനലിൽ 2022 ഓഗസ്റ്റ് 14 സംപ്രേഷണം ചെയ്ത എപ്പിസോഡിലാണ് കിളിരൂർ കവിയൂർ കേസുകളിലെ ഇരകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതെന്നാണ് FIR. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് തെറിപ്പിച്ച കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് കൈ കാണിച്ചപ്പോൾ എന്തിനാണ് പ്രതികൾ വാഹനം നിർത്താതെ അപകടമുണ്ടാക്കിയത്? അമിത മദ്യലഹരിയിലായതുകൊണ്ടാണ് കാർ നിർത്താതെ പോയതെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതോടെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. കാറിലുണ്ടായിരുന്ന യുവതിയെയും ചോദ്യം ചെയ്തു. DCPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളായ ഇർഷാദിനെയും ഷംനാദിനെയും ചോദ്യം ചെയ്തത്. മദ്യലഹരിയിലായിരുന്നതിനാലാണ് കാർ നിർത്താതെ പോയതെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇവർക്കൊപ്പം മറ്റൊരു യുവതി ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ASI സന്തോഷിനെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ കൊല്ലത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. പുലർച്ചെ 2:30 കലൂർ ശാസ്ത റോഡിൽ വെച്ചായിരുന്നു സംഭവം. വാഹന പരിശോധന നടക്കുന്നതിനിടെ കടന്നുവന്ന കാർ നിർത്താൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ കാർ വേഗത കൂട്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ചിട്ട് ബോണറ്റിൽ വീണ സന്തോഷ് കുമാറിനെയും കൊണ്ട് കാർ 20 മീറ്ററോളം മുന്നോട്ടു പോയി. റോഡിലേക്ക് ASI തെറിച്ചു വീണു. സന്തോഷിന്റെ കാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റു. തുടയ്ക്കും ക്ഷതമേറ്റിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും കൊച്ചിയിൽ പഠിക്കാനെത്തിയതാണ് പ്രതികൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾക്ക് ലഹരി ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. അതുകൊണ്ട് തന്നെയാണ് കോടതി വിധിയെ പലരും വിമർശിച്ചത്. കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ കോടതിയിൽ അപ്പീൽ നൽകി. ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഗൂഢാലോചനയ്ക്കും ആക്രമണ കാരണത്തിനും വ്യക്തമായ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സാക്ഷിമൊഴികളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുവെന്നും തെളിവുകളെ തെറ്റായി പരിഗണിച്ചുവെന്നുമാണ് അപ്പീലിൽ പറയുന്നത്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ വിചാരണ കോടതി നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വാദം.
അപ്പീലിൽ വിചാരണ കോടതി വിധിയെ പ്രോസിക്യൂഷൻ നിശിതമായി വിമർശിച്ചു. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണെന്ന് അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് യുക്തമായ സന്ദേശമായിരിക്കണം. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണ്. പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ അതിജീവിതയുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടിട്ടില്ലെന്ന ബന്ധപ്പെട്ട വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ കണ്ടെത്തൽ വസ്തുതാവിരുദ്ധമാണ്. ഫോറൻസിക് റിപ്പോർട്ടുകളും ഉദ്യോഗസ്ഥരുടെ മൊഴികളും വിചാരണ കോടതി മുഖവിലക്കെടുത്തിട്ടില്ലെന്നും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇങ്ങനെ കണ്ടെത്തിയതെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൌലോസിനെതിരെ നടത്തിയ പരാമർശങ്ങളും അപകീർത്തികരമാണ്. കോടതിയുടെ നിരീക്ഷണങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും തെളിവുകൾ ഇല്ലാതെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിച്ചതെന്നും അപ്പീലിൽ പരാമർശിക്കുന്നു. നിയമവിരുദ്ധമായ പരാമർശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടത്തിയിട്ടുണ്ട്. കോടതിയുടെ പരാമർശങ്ങൾ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെന്നും പ്രോസിക്യൂഷൻ പരാമർശിക്കുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ ദൃശ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളും ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചില്ല. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും മറ്റു പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണമെന്നുമാണ് സർക്കാരിന്റെ ആവശ്യം. ഡിജിപിയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ അപ്പീൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ന്യൂസ് 18 കൊച്ചി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ നാട്ടിലിപ്പോൾ സഖാക്കളുടെ തേർവാഴ്ചയാണ്. പലയിടത്തും രാത്രിയുടെ മറവിൽ CPMന്റെ നേതൃത്വത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു. മന്ത്രിയെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിതുൽ ബാലന്റെ വടകര തോടന്നൂരിലെ വീടിന് നേരെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. ബോംബെറിയുന്ന CCTV ദൃശ്യവും പുറത്തുവന്നു. സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന KSU നേതാവിന്റെ വീടിന് നേരെയാണ് ബോംബേറ. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വടകര തോടന്നൂരിലെ വീടിന് നേരെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായത്. ബോംബെറിയുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തുവന്നു. പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. മുഖം മറച്ചെത്തിയ രണ്ടുപേർ ഗേറ്റിന് മുൻവശം നിൽക്കുകയും വീട്ടിലേക്ക് ബോംബെറിയുകയുമായിരുന്നു. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളടക്കം തകർന്നു. വീടിന്റെ മുൻഭാഗങ്ങളിലും കേടുപാടുകളുണ്ടായി. വിതുലിന്റെ അച്ഛനും അമ്മയുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. പതിവായി ഉറങ്ങുന്നത് ജനാലയോട് ചേർന്ന മുറിയിലായിരുന്നെങ്കിലും ഭീഷണി കണക്കിലെടുത്ത് ഉറക്കം അകത്തെ മുറിയിലാക്കിയതിനാൽ ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ വിതുൽ അറസ്റ്റിലായതിനു പിന്നാലെ വിതുലിന് നേരെ സമൂഹമാധ്യമങ്ങളിൽ CPM സൈബർ അണികൾ ഭീഷണി മുഴക്കിയിരുന്നു. DYFI നേതാവ് വിതുലിന്റെ വീട് അന്വേഷിക്കുന്ന വാട്സാപ്പ് ചാറ്റ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ഷാഫി ആരോപിച്ചു. ഗൺമാൻ മന്ത്രിയുടെ കഴുത്ത് തിരിച്ചെങ്കിൽ ബോംബെറിയേണ്ടത് KSU പ്രവർത്തകന്റെ വീട്ടിലേക്കല്ലെന്നും ഷാഫി പറഞ്ഞു. അവരടുത്തുപോലും എത്തിയിട്ടില്ല, നിഴല് പോലും താങ്കളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന പ്രചരണത്തിന്റെയും പ്രകോപനത്തിന്റെയും ഭാഗമായി ജനാധിപത്യ രീതിയിൽ ഒരു കരിങ്കൊടി സമരം മാത്രം നടത്തിയ ഒരു ചെറുപ്പക്കാരന്റെ വീട് തെരഞ്ഞു പിടിച്ച് രാത്രി 2:30 മണിക്ക് വന്ന് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് അക്രമങ്ങൾക്ക് കാരണമായത് ആ കള്ളപ്രചരണമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ, അവരോട് എന്താണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്? വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളും മൊഴിയും പരിശോധിച്ച പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു.
18 കോഴിക്കോട്. മലപ്പുറം അമരമ്പലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് കേബിളുകൾ വ്യാപകമായി മോഷണം പോകുന്നു. ഒരാഴ്ചക്കിടെ നിർമ്മാണത്തിലിരിക്കുന്ന 2 വീടുകളിലാണ് ഒരേ രീതിയിൽ മോഷണം നടന്നത്. CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയില്ലാത്ത ഭാഗം നോക്കിയാണ് മോഷണം നടത്തിയിട്ടുള്ളത്. 6 ലക്ഷം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്ന് വീട്ടുകാർ പറയുന്നു. അമരമ്പലം പഞ്ചായത്തിൽ പൂക്കോട്ടം പാടത്തെ മേലാടത്ത് ഹസ്കർ, കല്ലിടുക്കിൽ ജോയൽ എന്നിവരുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നാണ് ഇലക്ട്രിക്കൽ വയറുകളടക്കം മോഷണം പോയത്. വയറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ വീടുകളാണിത്. ബുധനാഴ്ച രാത്രിയിലാണ് ഹസ്കറിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീടിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയില്ലാത്ത ഭാഗത്തെ വയറുകളാണ് മുറിച്ചെടുത്തത്. വയറിംഗും സീലിംഗും പൂർത്തീകരിച്ച വീടാണിത്. ഇനി രണ്ടാമത്തെ വയറിംഗും സീലിംഗും നടത്തണമെങ്കിൽ ആദ്യത്തെ സീലിംഗ് പൊളിക്കണം. ഇത് പൂർത്തിയാകുമ്പോഴേക്കും സാധനങ്ങളും പണിക്കൂലിയുമടക്കം 6 ലക്ഷം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്ന് വീട്ടുകാർ പറയുന്നു. വീട് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വയറിങ്ങിന്റെ വയറിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അയൽവക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെ ഇന്ന് രാവിലെയാണ് കണ്ടത് വയറെല്ലാം കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. വയറിങ് നടക്കുന്ന വീട് വയറ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ചെറിയ പീസുകളൊക്കെ കൊണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് മൊത്തം വീടിൻ്റെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. വയറിങ്ങിൻ്റെ ഫുള്ള് വയറും എല്ലാം അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയ രീതിയിലാണ് കണ്ടത്. സൗണ്ട് കേട്ടുകാരുടെ അയൽവക്കാരൊക്കെ വന്ന് നോക്കി, പിന്നെ അവരെ ഒന്നും കണ്ടൊന്നുമില്ല. മതിൽ ചാടിയിട്ട് എന്തോ കയറിയിട്ടാണ്. CC ക്യാമറ ഉണ്ട്, അതിലൊന്നും വന്നിട്ടില്ല. സമാനമായ രീതിയിലാണ് കല്ലിടുക്കിൽ ജോയൽ ജോസിന്റെ വീട്ടിലും മോഷണം നടന്നത്. കണക്ക് പ്രകാരം കുറഞ്ഞ തുകയുടെ വയറുകളാണ് മോഷണം പോയതെങ്കിലും ഇത്തരം വീടുകളിൽ വയറിംഗ് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയാണ്. ഒപ്പം സീലിംഗ് അടക്കമുള്ള ജോലികളും ചെയ്യണം. അതിനാൽ മോഷണം പോയ സാധനങ്ങളെക്കാൾ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉടമകൾക്കുണ്ടാവുക. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. തീക്കട്ടയിൽ ഊറും ഭരിച്ചാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് തൃശ്ശൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നടന്നത്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ നടന്ന മോഷണം പോലീസിന് നാണക്കേടായിരിക്കുകയാണ്. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് സ്വർണവും പണവും കവർന്നു. വീടിന്റെ വാതിൽ തകർത്താണ് കള്ളൻ അകത്തു കയറിയത്. DIG ഓഫീസിനടുത്തുള്ള 2 ക്ഷേത്രങ്ങളിൽ 2 ആഴ്ച മുൻപ് മോഷണം നടന്നിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണം പോലീസിന്റെ വീഴ്ചയാണ് തുറന്നു കാട്ടുന്നത്. പോലീസിന് പോലും രക്ഷയില്ലാത്ത നാട്ടിൽ സാധാരണക്കാരുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആശങ്ക. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.